സ്കൂളുകളിലെ കായിക വിനോദങ്ങളും സാമൂഹിക സൗഹൃദവും സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എറോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ, ഉദാഹരണത്തിന് ഒളിമ്പിക്സിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, സ്വിമ്മിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യക്തമായ ഡ്രസ് കോഡ് നിലവിൽ ഉണ്ട്. ഈ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTE പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സില്ല. കോണ്ടാക്ട് റൂൾസ് പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അധ്യാപകൻ ബാധ്യത ഉണ്ട്. ആരും കുട്ടികളോട് അല്പവസ്ത്രം ധരിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിൽ നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. കേരളത്തിലെ 14,000-ഓളം വരുന്ന വിദ്യാലയങ്ങളിൽ 90% വിദ്യാലയങ്ങളിലും ഈ സൂംബ അടക്കമുള്ള കായിക ഇനങ്ങളുടെ റിഹേഴ്സലും പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമായി നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠന ബോധന സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന ബൃഹത്തായ കാഴ്ചപ്പാടാണ് കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരം ആരോഗ്യ കായിക വിദ്യാഭ്യാസ വിനിമയം ഫലപ്രദമായി നടന്നു വരുന്നുണ്ട്. സ്ഥിരമായ കുട്ടികൾ കായിക പ്രവർത്തനങ്ങളിലും വ്യായാമത്തിലും ഏർപ്പെടുന്നതിലൂടെ ശരീരപേശികൾക്ക് ശക്തി കൂടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതശൈലി രോഗബാധിതരുള്ള കേരളത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം സർക്കാർ നൽകി വരുന്നുണ്ട്. രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുവാനും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കുവാനും ഉത്കണ്ഠ ഒഴിവാക്കുവാനും സന്തോഷം വർദ്ധിപ്പിക്കുവാനും സ്ഥിരമായ കായിക പങ്കാളിത്തത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കുട്ടികളിൽ അച്ചടക്കം, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം എന്നിവ വളർത്തുവാനും ജയപരാജയങ്ങളെ ഫലപ്രദമായി അതിജീവിക്കുവാനും തീരുമാനമെടുക്കുവാനുള്ള കഴിവും പ്രശ്ന പരിഹാര ശേഷിയും ഉൾപ്പെടുത്തിയിട്ടുള്ളവ വികസിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു.
കൂട്ടായ കായിക പ്രവർത്തനങ്ങളിലൂടെ സഹപാഠികളെ ബഹുമാനിക്കുവാനും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും വ്യത്യസ്ത പശ്ചാത്തലത്തിൽ നിന്നുള്ളവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നു. സാമൂഹിക ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുവാനും വളരെ ഫലപ്രദമായി സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് സ്പോർട്സ്. കളികളിലെ പങ്കാളിത്തം, നിയമങ്ങളിലെയും മര്യാദകളെയും കുറിച്ച് പഠിപ്പിക്കുകയും സത്യസന്ധത, നീതിബോധം, ഫെയർ പ്ലേ, നിയമങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങൾ വർദ്ധിപ്പിക്കുവാനും ഇതിലൂടെ സാധിക്കുന്നു. കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ കാലികമായ ലോകത്തിൻ്റെ ആവശ്യകതകൾ ഉൾപ്പെടുന്ന ഉള്ളടക്ക മേഖലകളായാണ് പൊതുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന ചലന നൈപുണികൾ, ശരീര പരിപാലന ശേഷികൾ, താളാത്മക ചലനങ്ങൾ, ശാരീരിക ഏകോപന ശേഷികൾ, ആരോഗ്യം, പോഷകാഹാരം, കായികക്ഷമത, വിവിധ വ്യായാമ മുറകൾ, ശാസ്ത്രീയമായ സ്പോർട്സ് ട്രെയിനിങ് രീതികൾ, പ്രഥമ ശുശ്രൂഷ, യോഗ, സമ്മർദ്ദ ലഘൂകരണ വ്യായാമങ്ങൾ, ശരീരസ്ഥിതി വൈകല്യങ്ങൾ പരിഹരിക്കുവാനുള്ള വ്യായാമ മുറകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിഗണിച്ച് പോരുന്ന ഉള്ളടക്ക മേഖലകൾ. ആരോഗ്യ കായിക സംബന്ധമായ ഘടകങ്ങളെല്ലാം കുട്ടികൾക്കും ലഭ്യമാക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഹൃദയ ശ്വസനക്ഷമത, പേശിശക്തി, പേശിക്ഷമത, ശരീരാനുപാതം തുടങ്ങിയവയാണ് ആരോഗ്യ സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ. ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കരസ്ഥമാക്കിയിരിക്കുക എന്നതാണ് പൊതുവിലുള്ള ലക്ഷ്യം. ആരോഗ്യ കായിക സംബന്ധമായ കായികക്ഷമത ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുവാൻ അഭ്യസിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തം, ജോഗിംഗ്, റണ്ണിംഗ്, നീന്തൽ, സൈക്ലിംഗ്, ഡാൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് സാധാരണയായി പരിഗണിച്ചു പോരുന്നത്. ഈ ഡാൻസ് ഇനത്തിൽ ഉൾപ്പെട്ടവയാണ് എയറോബിക് ഡാൻസ്, സൂംബ ഡാൻസ്, ഫ്രീ സ്റ്റൈൽ ഡാൻസ് തുടങ്ങിയവ. ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്ന ഒരു പ്രവർത്തനമെന്ന നിലയിൽ ഇത്തരം നൃത്തരീതികൾ വ്യക്തികളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തിന് ഫലപ്രദമായ ഗുണങ്ങൾ സംഭാവന ചെയ്യുന്നു. സംഗീതത്തിൻ്റെ സഹായത്തോടുകൂടി ദീർഘനേരം നിൽക്കുന്ന പ്രവർത്തനമായതിനാൽ ഹൃദയമിടിപ്പ് ഉയരുകയും പമ്പിങ് നടക്കുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. സ്ഥിരമായ പ്രവർത്തനം ഹൃദയപേശികളെ ശക്തിപ്പെടുത്തുകയും മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. നൃത്തത്തിലെ താളാത്മകവും തുടർച്ചയായതുമായ ചലനങ്ങൾ ശരീരത്തിലുടനീളം രക്തപ്രവാഹത്തെ ഉത്തേജിപ്പിക്കുകയും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇത് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള പ്രയാസങ്ങൾ ഒഴിവാക്കുവാനും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. ആയതിനാൽ ഹൃദയ ശ്വസന ക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ള ഡാൻസുകൾ ഉൾപ്പെടെയുള്ള ദീർഘനേരം നീണ്ടു നിൽക്കുന്ന കായിക പ്രവർത്തനങ്ങളിൽ സ്ഥിരമായി ഏർപ്പെടുന്നത് ഏറെ നല്ലതാണ്. ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്. ഇപ്പോൾ സർക്കാർ കൈക്കൊണ്ട നിലപാടുമായി മുന്നോട്ട് പോകുന്നതാണ്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഭിന്നശേഷി നിയമനം നടത്തുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് ജില്ലകളിൽ